ഇപ്പം അത് അവരുടെ ഈ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രൈബ്യൂണൽ, അത് ബാങ്കിൻ്റെ കയ്യിൽ നിന്നും അത് വിട്ടിട്ടുണ്ട്. അവരാണ് അവരിവിടെ വരികയൊക്കെ ചെയ്തിരുന്നു. ഇന്ത്യ വിഷൻ കാലത്തെ ബാധ്യതകളൊക്കെ അതൊക്കെ ഇതിൽ പെടും, അതോ വ്യക്തിപരമായ ബാധ്യത മാത്രമേ? ഇന്ത്യ വിഷൻ്റെ ബാധ്യതകൾ എന്ന് പറയുന്നത് അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് വേറെയാണ്. അത് പിന്നെ ഒരു കമ്പനിയാണ്. അത് കമ്പനിയാണ്. കമ്പനി ആണ് ആ ബാധ്യത. കമ്പനി എന്ന് പറഞ്ഞാലും കമ്പനിയിൽ ആരൊക്കെ സഹായിക്കുന്നുണ്ട് ആലോചിക്കാറുണ്ട്. അന്തിമമായി അതും പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് ഒരു ബാധ്യതയും നമുക്ക് ബാക്കി വെക്കാൻ പറ്റില്ല. അതൊക്കെ പരിഹരിക്കും. സമയം വേണം. ഇതുവരെ അതിനൊന്നും നോക്കാൻ നേരമല്ല. അതിനെക്കുറിച്ച് ഇതൊക്കെ നമുക്ക് കാലാകാലം MLA എന്ന പദവിയിൽ ഇരുന്നുകൊണ്ടുള്ള സാലറി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി വേറെ മാർഗങ്ങൾ നോക്കണം. അപ്പം എനിക്കാകെ ഞാനൊരു പബ്ലിഷിംഗ് ഹൗസുണ്ട്. പിന്നെ എനിക്ക് വളാഞ്ചേരിയിൽ ഒരു വാടക കെട്ടിടത്തിൽ ഞാനൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. പക്ഷെ കച്ചവടം എനിക്ക് പറഞ്ഞതല്ല. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും നിന്നും വരുമാനം ഇല്ലയെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ അത് ശ്രദ്ധിച്ച് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം. ഈ പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ അടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. എന്തെങ്കിലും വഴി വരാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാർഗം വരെയായിരിക്കും. ഞാൻ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കാണ്. കാരണം ഇതുവരെ വന്നില്ലേ. ഇപ്പോൾ 63 വയസ്സ് വരെ വന്നല്ലോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വന്നു. പിന്നെ ഈ ഒരു ഫാഗ് എൻഡിൽ വലിയ പ്രശ്നങ്ങൾ വന്ന് ചേരേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ പ്രതിസന്ധികളിൽ നമ്മൾ ജീവിതത്തിൽ പലതും ഉണ്ടാവും. മറികടക്കുക എന്നുള്ളത് അത് എല്ലാവരുടെ മുന്നിലും വന്നിങ്ങനെ കാണിക്കുക എന്ന് പറയുന്നത് ഞങ്ങളാരും ചെയ്യാറുള്ള കാര്യമല്ല. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക.